ഒരു വ്യക്തിയുടെ ജനന സമയത്ത് നക്ഷത്രങ്ങൾ 27 നക്ഷത്രങ്ങൾ എത്രത്തോളം പ്രാധാന്യമുണ്ടോ, അതുപോലെ സ്വഭാവ രൂപീകരണത്തിനും പൊതുവായ ജീവിതത്തിലെ മൊത്തം പ്രകടിപ്പിക്കുന്ന ഒരു രീതികൾക്കും നിത്യയോഗത്തിന് പ്രാധാന്യമുണ്ട്. അതുപോലെ തിഥികൾക്ക് പ്രാധാന്യമുണ്ട്. കരണത്തിനും ചെറിയ ഒരു പ്രാധാന്യം ഇതിനുണ്ട്. 27 നിത്യകളെക്കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്. നിത്യയോഗ ഫലം. ഓരോ നിത്യയോഗങ്ങളും അവയുടെ ഗുണവും ദോഷങ്ങളും വിവരിക്കുന്നു. വിഷ്കംഭ യോഗം. വിഷ്കംഭ നിത്യയോഗത്തിൽ ജനിച്ചവർക്ക് മന്ത്രകാര്യങ്ങളിൽ നൈപുണ്യമുള്ളവരായിരിക്കും. വളരെ ദീർഘദർശികളായിരിക്കും. ഇവർക്ക് ചെറിയതായി നടക്കുന്ന സമയത്ത് കൂന് പോലെ തോന്നാം മുതുകിൽ. രണ്ടാമതായി പ്രീതി നിത്യയോഗം. പ്രീതി യോഗത്തിൽ ജനിച്ചവർക്ക് കർമ്മകുശലതയുണ്ടാവും. ധാരാളം ബന്ധുബലം ഉണ്ടാവും. സമ്പത്തും ഉണ്ടാവാം. മൂന്നാമതായി ആയുഷ്മത് യോഗം. ഈ യോഗത്തിൽ ജനിക്കുന്നവർക്ക് കീർത്തിയും പാണ്ഡിത്യവും ദീർഘായുസ്സുള്ളവരും ഭരണാധിപത്യമുള്ള ജോലികൾ ലഭിക്കാനും ഇവർക്ക് ഇടയുണ്ട്. നാലാമതായി സൗഭാഗ്യ നിത്യയോഗം. സൗഭാഗ്യയോഗത്തിൽ ജനിക്കുന്നവർക്ക് ധനം, ഭക്ഷണം എന്നിവയ്ക്ക് ബുദ്ധിമുട്ട് ഉണ്ടാവുകയില്ല. കയ്യിലും പാദത്തിലും ശംഖ് രേഖ, മത്സ്യരേഖ എന്നിവ ഉണ്ടാകാം. ഇവർ പൊതുവെ വിദേശത്താണ് വസിക്കുന്നത്. അഞ്ചാമതായി ശോഭന നിത്യയോഗം. ശോഭന യോഗത്തിൽ ജനിക്കുന്നവർക്ക് സുഖവും ബന്ധുക്കളും സമ്പത്തും ഉണ്ടായിരിക്കും. ഇവർക്ക് ജീവിതം പൊതുവെ ശോഭനമായിരിക്കും. ആറാമതായി അതികണ്ഠ നിത്യയോഗം. അതികണ്ഠ യോഗത്തിൽ ജനിക്കുന്നവർ മെലിഞ്ഞ് നീണ്ട ശരീര പ്രകൃതക്കാരായിരിക്കും. കലഹതൽപരരായിരിക്കും ഇവർ. കലാവിദ്യകളിൽ മുൻപന്തിയിൽ നിൽക്കും. ഏഴാമതായി സുകർമ്മ നിത്യയോഗം. സുകർമ്മ യോഗത്തിൽ ജനിച്ച പുരുഷന്മാർ നല്ല ഭാര്യയോട് കൂടിയവരും ധർമ്മിഷ്ഠരും ആയിരിക്കും. ഇവർ സത്പ്രവർത്തകരും സുഖമുള്ളവരും ആയിരിക്കും. എട്ടാമതായി ധൃതി യോഗം. ധൃതി യോഗത്തിൽ ജനിക്കുന്നവർ ശാസ്ത്രതൽപരരും പണ്ഡിതരും അന്യരുടെ ധനത്തിൽ മോഹമുള്ളവരും ആയിരിക്കാനാണ് ഇട. ഇവർ വളരെ ഷഡപ്രകൃതക്കാരും ആയിരിക്കും. ഒമ്പതാമതായി ശൂല നിത്യയോഗം. ശൂല യോഗത്തിൽ ജനിക്കുന്നവർ പെട്ടെന്ന് കോപിക്കുന്നവരും കലഹമുണ്ടാക്കുന്നതിൽ താൽപ്പര്യമുള്ളവരും അഭിമാനികളും കാമാസക്തരും ആയിരിക്കും. ഇവർ നല്ല ശരീരപ്രകൃതിയോടുകൂടിയുള്ളവരും ആയിരിക്കും. പത്താമതായി ഗണ്ഡ നിത്യയോഗം. ഗണ്ഡ യോഗത്തിൽ ജനിക്കുന്നവർ ദുരാചാരങ്ങൾ, കുലനാശം എന്നിവ വരുത്തുകയും ഇവർ സാധാരണ ദീർഘകായരും ആയിരിക്കും. 11ാമതായി വൃദ്ധി യോഗം. വൃദ്ധി യോഗത്തിൽ ജനിക്കുന്നവർ പണ്ഡിതരും സൽബുദ്ധി ഉള്ളവരുമായി മാറും. ഈ യോഗത്തിൽ ജനിക്കുന്ന ജാതകന് സൽഭാര്യയും പുത്രാദികളും ഉണ്ടാകുന്നതാണ്. ഇവർക്ക് സമ്പൽ സമൃദ്ധിയും ഉണ്ടാകും. 12ാമതായി ധ്രുവ നിത്യയോഗം. ധ്രുവ യോഗത്തിൽ ജനിക്കുന്നവർ ഒത്ത ശരീരമുള്ളവരും വാക്കിന് സ്ഥിരതയുള്ളവരുമായിരിക്കും. ഇവർക്ക് സ്ഥിരമായി സമ്പത്തും ഉണ്ടാകും. 13ാമതായി വ്യാഘാത നിത്യയോഗം. വ്യാഘാത യോഗത്തിൽ ജനിക്കുന്നവർ ചപലതയുള്ളവരായിരിക്കും. ഇവർ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന പ്രകൃതക്കാരാണ്. ഇവർ എല്ലാവരാലും മാനിക്കപ്പെടുന്നവരുമാണ്. ഒരു കണ്ണിന് വികലത ഉണ്ടാവാം. 14ാമതായി ഹർഷണ നിത്യയോഗം. ഹർഷണ യോഗത്തിൽ ജനിക്കുന്നവർ കുലമുഖ്യരും സത്യവാദികളുമായിരിക്കും. ഇവർ സ്ത്രീലോലരുമായിരിക്കും. 15ാമതായി വജ്ര നിത്യയോഗം. വജ്രയോഗ ജാതകർ
മറ്റുള്ളവരുടെ ദോഷം മാത്രം കാണുന്നതിൽ തൽപരരായിരിക്കും. ഇവർ ഏറെ അനർത്ഥങ്ങൾ ഉണ്ടാക്കുന്നതാണ്. 16 സിദ്ധി നിത്യയോഗം. സിദ്ധി യോഗത്തിൽ ജനിക്കുന്നവർക്ക് ഐശ്വര്യവും ബുദ്ധിയും ഫലവും ഉണ്ടായിരിക്കും. ഇവർക്ക് ഉത്തമ സന്താനങ്ങൾ ഉണ്ടാകുന്നതാണ്. 17 വ്യതിപാത യോഗം. വ്യതിപാത യോഗത്തിൽ ജനിക്കുന്നവർക്ക് എല്ലായിടത്തും തോൽവി സംഭവിക്കാൻ ഇടയുണ്ട്. ഇവർ മൂർഖ സ്വഭാവക്കാർ ആയിരിക്കാൻ ഇടയുണ്ട്. എങ്കിലും പ്രഭുത്വമുണ്ടാവുന്നതാണ്. 18 വരീയൻ നിത്യയോഗം. വരീയൻ യോഗത്തിൽ ജനിക്കുന്നവർ അഭിമാനവും ധൈര്യവും ഉള്ളവരായിരിക്കും. ബന്ധുജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവനും സദാചാര നിരതനും ആയിരിക്കും. ഇവർ പൊതുവെ പിത്തപ്രകൃത ശരീരക്കാരാണ്. 19 പരീക നിത്യയോഗം. പരീക യോഗത്തിൽ ജനിക്കുന്നവർ ഏത് കാര്യത്തിനും വിഘ്നമുണ്ടാക്കുന്നവരാണ്. ആയുധ പരിശീലനത്തിന് താൽപ്പര്യമുള്ളവരാണ്. അന്യരെ ഉപദ്രവിക്കുന്നതിൽ സംതൃപ്തി കാണുന്നവരുമാണ്. 20 ശിവ നിത്യയോഗം. ശിവയോഗത്തിൽ ജനിക്കുന്നവർ പൊതുവെ ശാന്ത സ്വഭാവരായിരിക്കും. ഇവർ ഭക്തരും ധനവാന്മാരുമായിരിക്കും. 21 സിദ്ധ നിത്യയോഗം. സിദ്ധയോഗക്കാർ പ്രസിദ്ധരായിത്തീരും. ഇവർ പരിശുദ്ധ ഹൃദയമുള്ളവരാണ്. വിജ്ഞാനവും ധനവുമുള്ള ഇക്കൂട്ടർ പ്രശസ്തി ആഗ്രഹിക്കുന്നു. 22 സാധ്യ നിത്യയോഗം. സാധ്യയോഗക്കാർ സംഗീതത്തിലും കലയിലും വാസനയുണ്ടായിരിക്കും. ധനം, സുഖം എന്നിവ ലഭിക്കും. ഇവർ നല്ല ധർമ്മിഷ്ഠരായിരിക്കും. 23 ശുഭ്ര നിത്യയോഗം. ശുഭ്രയോഗത്തിൽ ജനിക്കുന്നവർ ദുർമുഖ സ്വഭാവികളായിരിക്കും. ഇവർക്ക് ധനത്തിനും വിദ്യയ്ക്കും കുറവുണ്ടാവുകയേയില്ല. ഇവർ അഭിമാനികളായിരിക്കും. 24 ബ്രഹ്മ നിത്യയോഗം. ബ്രഹ്മയോഗത്തിൽ ജനിക്കുന്നവർ ബ്രഹ്മജ്ഞാനികളായിരിക്കും. കഫപ്രകൃതക്കാർ ആയിരിക്കും. ഇവർ പണ്ഡിതരും വിവേകികളും ഭോഗസുഖങ്ങളും ധനവും ആർജിക്കുന്നവരുമാണ്. 25 മഹേന്ദ്ര നിത്യയോഗം. മഹേന്ദ്ര യോഗക്കാർ പെട്ടെന്ന് ദേഷ്യം വരുന്നവരായിരിക്കുമെങ്കിലും പരോപകാരികളായിരിക്കും. ബുദ്ധിയും ജ്ഞാനവും ഉണ്ടാകും. വാദപ്രകൃതക്കാർ ആവാനാണ് ഇട. 26 വൈധൃതി നിത്യയോഗം. ഈ യോഗത്തിൽ ജനിക്കുന്നവർ വികടദൃഷ്ടിക്കാരാണ്. ജലക്രീഡകൾ ആസക്തി ഉണ്ടാവും. സൗന്ദര്യവും ധനവും ഉള്ള ഇവർ ആഡംബരപ്രിയരും ആയിരിക്കും. 27 ശുഭ നിത്യയോഗം. ശുഭയോഗത്തിൽ ജനിക്കുന്നവർ കാഴ്ചയിൽ സുമുഖരായിരിക്കും. ഇവർ ശുദ്ധാത്മാക്കളാണ്. ഇവർക്ക് ധനവും സുഖവും ബഹുമാന്യതയും ലഭിക്കും. ഈ യോഗമുള്ളവർക്ക് സർക്കാർ ജോലി ലഭിക്കുന്നതുമാണ്. ഒരു ജാതകന് നക്ഷത്രപ്രകാരം 10ൽ 5 മാർക്ക് കണക്കാക്കാമെങ്കിൽ നിത്യയോഗത്തിന് ഒരു 2.5 മാർക്ക് കണക്കാക്കാം. ശുഭം.